ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC വൈബ്. PSC വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC 2025 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ്. അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. നമ്മൾ 3 പാർട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. ഓക്കെ, 54/2025 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. നോക്കാം. നമ്മൾ ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ബാക്കി നോക്കാം. 51ാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ജഗദീപ് ധൻഖർ, ധർമ്മേന്ദ്ര പ്രധാൻ, അമിത് ഷാ, നിർമ്മല സീതാരാമൻ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നിർമ്മല സീതാരാമൻ. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നമുക്ക് എല്ലാവർക്കും അറിയാം, നിർമ്മല സീതാരാമനാണ്. ഓക്കെ, നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വകുപ്പുകൾ നോക്കാം. പ്രതിരോധ മന്ത്രി, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. ആഭ്യന്തരം സഹകരണ മന്ത്രി അമിത് ഷായാണ്. അതുപോലെ റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ്. കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ്. കേന്ദ്ര കൃഷി ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ്. കേന്ദ്ര കൃഷി ഗ്രാമവികസന മന്ത്രി ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാനാണ്. വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറാണ്. വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറാണ്. അതുപോലെ റെയിൽവേ മന്ത്രി, റെയിൽവേയും വാർത്താ വിതരണമൊക്കെ അശ്വനി വൈഷ്ണവാണ്. ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്. റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവാണ്. ഓക്കെ, ചോദ്യം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. ഉത്തരം നിർമ്മല സീതാരാമനാണ്. അതുപോലെ കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലാണ്. അതും കൂടെ ഓർത്തേക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാമായണം ആട്ടക്കഥ രചിച്ചത് ആരാണ്? ഉണ്ണായി വാര്യർ, കോട്ടയത്ത് തമ്പുരാൻ, കൊട്ടാരക്കര തമ്പുരാൻ, ധർമ്മരാജ. ഉത്തരം ഓപ്ഷൻ സി ആണ്, കൊട്ടാരക്കര തമ്പുരാനാണ്. രാമായണം ആട്ടക്കഥ രചിച്ചത് കൊട്ടാരക്കര തമ്പുരാനാണ്. കൊട്ടാരക്കര തമ്പുരാനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. കഥകളിയുടെ ആദ്യകാല രൂപമാണ് രാമനാട്ടം. അതിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ തനത് കലാരൂപമാണ് കഥകളി. ഈ കഥകളിയുടെ ആദ്യകാല രൂപമാണ് രാമനാട്ടം. അതിൻ്റെ ഉപജ്ഞാതാവ്, രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. ചോദിച്ചിട്ടുണ്ട്. ഇനി ഓപ്ഷൻ എയിലുള്ള ഉണ്ണായി വാര്യരുമായി ബന്ധപ്പെട്ടപ്പോഴും ചോദിക്കാറുള്ളത് നളചരിതം ആട്ടക്കഥയുടെ ഉപജ്ഞാതാവ്. നളചരിതം ആട്ടക്കഥയുടെ ഉപജ്ഞാതാവ് ഉണ്ണായി വാര്യരാണ്. ഓക്കെ, അതുപോലെ ആട്ടക്കഥയുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളതാണ് ഉത്തരാ സ്വയംവരം. ഉത്തരാ സ്വയംവരം ആട്ടക്കഥയുടെ ഉപജ്ഞാതാവ് ഇരയിമ്മൻ തമ്പിയാണ്. ഉത്തരാ സ്വയംവരം ആട്ടക്കഥയുടെ ഉപജ്ഞാതാവ് ഇരയിമ്മൻ തമ്പിയാണ്. അതുപോലെ ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ടും ഇരയിമ്മൻ തമ്പിയുടേതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗുരു ഗോപിനാഥ്, ജയദേവൻ, ഷീബ കൃഷ്ണകുമാർ, മാനവേദൻ രാജ. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഗുരു ഗോപിനാഥ് ആണ്. കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ്, റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണത്. കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ഗുരു ഗോപിനാഥ് ആണ്. ഓക്കെ, കേരളത്തിന്റെ തനത് കലാരൂപമായ കഥകളിയിൽ നിന്ന് രൂപം കൊണ്ടൊരു കലാരൂപമാണ് കേരള നടനം. ഈ കേരള നടനം എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഗുരു ഗോപിനാഥ്. ഗുരു ഗോപിനാഥിൻ്റെ യഥാർത്ഥ പേര് ചമ്പക്കുളം ഗോപിനാഥ പിള്ള എന്നാണ്. ഗുരു ഗോപിനാഥിൻ്റെ യഥാർത്ഥ പേര് ചമ്പക്കുളം ഗോപിനാഥ പിള്ള എന്നാണ്. കേരള നടനം തുടക്കത്തിൽ അറിയപ്പെട്ടത് കഥകളി നടനം എന്നാണ്. കേരള നടനം തുടക്കത്തിൽ അറിയപ്പെട്ടത് കഥകളി നടനം എന്നാണ്. ഇനി ചെന്നൈയിൽ നടന നികേതൻ സ്ഥാപിച്ചത് ഗുരു ഗോപിനാഥാണ്. ചെന്നൈയിൽ നടന നികേതൻ സ്ഥാപിച്ചത് ഗുരു ഗോപിനാഥാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഗുരു ഗോപിനാഥിനെ പറ്റി ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ്? മുഹമ്മദ് അജ്മൽ, ഷൈനി വിൽസൺ, അഞ്ജു ബോബി ജോർജ്, PT ഉഷ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, PT ഉഷയാണ് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത്. പയ്യോളി എക്സ്പ്രസ് PT ഉഷ. PT ഉഷയുമായി ബന്ധപ്പെട്ട് PSC എപ്പോഴും ചോദിക്കാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. PT ഉഷയുടെ പൂർണ്ണനാമം പിലാവുള്ളക്കണ്ടി തെക്കേപ്പറമ്പിൽ ഉഷ എന്നാണ്. പിലാവുള്ളക്കണ്ടി തെക്കേപ്പറമ്പിൽ ഉഷയാണ് PT ഉഷ. പയ്യോളി എക്സ്പ്രസ്, ഗോൾഡൻ ഗേൾ ഓഫ് ഇന്ത്യ, അതുപോലെ സ്പ്രിന്റ് റാണി എന്നൊക്കെ അറിയപ്പെടുന്നത് PT ഉഷയാണ്. പയ്യോളി എക്സ്പ്രസ്, ഗോൾഡൻ ഗേൾ ഓഫ് ഇന്ത്യ, സ്പ്രിന്റ് റാണി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? PT ഉഷയാണ്. ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ചോദിക്കാറുള്ളതാണ്. ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത PT ഉഷയാണ്. 1980 മോസ്കോ ഒളിമ്പിക്സിലാണ് പങ്കെടുത്തത്. ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത PT ഉഷയാണ്. അതുപോലെ തന്നെ ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിതയും PT ഉഷയാണ്. ഒളിമ്പിക്സിൻ്റെ ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിതയും PT ഉഷയാണ്. ഓക്കെ, രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 8ാമത്തെ മലയാളി PT ഉഷയാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 8ാമത്തെ മലയാളി PT ഉഷയാണ്. അതുപോലെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി കായിക താരവും PT ഉഷയാണ്. ഓക്കെ,
ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്ടാണ്. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്, ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായ ആദ്യ മലയാളി വനിത PT ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റായ ആദ്യ മലയാളി വനിത ആരാണ്? PT ഉഷയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ ക്ഷേത്രം, അമ്പലപ്പുഴ ക്ഷേത്രം, ജനാർദ്ദന ക്ഷേത്രം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആറ്റുകാൽ ക്ഷേത്രമാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം. അടുത്ത ക്വസ്റ്റ്യൻ. ജയദേവന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ജയദേവന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയെടുത്തത് ആരാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, രാമപുരത്ത് വാര്യർ, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, ജോസഫ് മുണ്ടശ്ശേരി. ഉത്തരം ഓപ്ഷൻ എ ആണ്, ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. മലയാളത്തിൻ്റെ ഭാവഗായകൻ എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. മലയാളത്തിൻ്റെ ഭാവഗായകൻ എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴയാണ്. മലയാളത്തിലെ ആദ്യ നാടകീയ വിലാപകാവ്യമായ രമണൻ, നമുക്കെല്ലാവർക്കും അറിയാം, മലയാളത്തിലെ ആദ്യ നാടകീയ വിലാപകാവ്യമായ രമണൻ എഴുതിയത് ആരാണ്? ചങ്ങമ്പുഴയാണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള കൃതികളാണ് രക്തപുഷ്പങ്ങൾ, അതുപോലെ പാടുന്ന പിശാച്ച്, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, എപ്പോഴും ചോദിക്കാറുള്ളതാണ് സ്പന്ദിക്കുന്ന അസ്ഥിമാടം, വാഴക്കുല എന്നിവയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികളാണ്. ഓക്കെ. അടുത്തത് ഓപ്ഷൻ ബിയിലുള്ള രാമപുരത്ത് വാര്യർ. അദ്ദേഹത്തിൻ്റെ എപ്പോഴും ചോദിക്കാറുള്ളത് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത് ആരാണ്? കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത് രാമപുരത്ത് വാര്യരാണ്. സ്ഥിരം ചോദ്യമാണ്. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത് രാമപുരത്ത് വാര്യരാണ്. അതേപോലെ ജയദേവന്റെ ഗീതാഗോവിന്ദത്തിൻ്റെ പരിഭാഷയായ ഭാഷാഷ്ടപതി രചിച്ചത് രാമപുരത്ത് വാര്യരാണ്. ജയദേവന്റെ ഗീതാഗോവിന്ദത്തിൻ്റെ പരിഭാഷയായ ഭാഷാഷ്ടപതി രചിച്ചത് ആരാണ്? രാമപുരത്ത് വാര്യരാണ്. ജയദേവന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. എന്നാൽ ജയദേവന്റെ ഗീതാഗോവിന്ദത്തിൻ്റെ പരിഭാഷയായ ഭാഷാഷ്ടപതി രചിച്ചത് രാമപുരത്ത് വാര്യരാണ്. ഓക്കെ. അടുത്ത ഓപ്ഷൻ സി, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്നറിയപ്പെടുന്നത് വൈലോപ്പിള്ളിയാണ്. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അദ്ദേഹത്തിന് ആത്മകഥ ചോദിക്കാറുണ്ട്. കാവ്യലോക സ്മരണകൾ ആരുടെ ആത്മകഥയാണെന്ന് ചോദിക്കാറുണ്ട്. കാവ്യലോക സ്മരണകൾ വൈലോപ്പിള്ളിയുടെ ആത്മകഥയാണ്. ഓക്കെ. ഇനി അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള കൃതികളാണ് കന്നിക്കൊയ്ത്ത്, അതുപോലെ മകരക്കൊയ്ത്ത്, മാമ്പഴം, ഏറ്റവും ഫേമസ് ആണ് മാമ്പഴം, കുടിയൊഴിക്കൽ, സഹ്യൻ്റെ മകൻ. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള കൃതികളാണ്. ഇതൊക്കെയാണ് കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, മാമ്പഴം, കുടിയൊഴിക്കൽ, സഹ്യൻ്റെ മകൻ. ഇതൊക്കെ വൈലോപ്പിള്ളിയുടെ കൃതികളാണ്. ഓക്കെ. അടുത്തത് ജോസഫ് മുണ്ടശ്ശേരി. അദ്ദേഹത്തിൻ്റെ എപ്പോഴും ചോദിക്കാറുള്ളത് കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണെന്ന് ചോദിക്കാറുണ്ട്. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിൻ്റെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? യു ഷറഫ് അലി, PT ഉഷ, വി സുനിൽകുമാർ, ക്രിസ്റ്റി കവൻട്രി. ഉത്തരം ഓപ്ഷൻ സി ആണ്, വി സുനിൽകുമാറാണ്. കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ഓപ്ഷൻ സി, വി സുനിൽകുമാറാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കാസർഗോഡ് ജില്ലയിലാണ്. കിദൂർ പക്ഷിഗ്രാമം എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. ഇനി കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ്. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ്. നൂറനാട് ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ഈ കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് സുരംഗ കിണറുകൾ. സുരംഗ കിണറുകൾ കാണപ്പെടുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ്. സുരംഗ കിണറുകൾ കാണപ്പെടുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ്. നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയാണ്. കേരളത്തിലെ ആദ്യ ജൈവ ജില്ലയും കാസർഗോഡാണ്. നദികളുടെ നാട്, അതുപോലെ സപ്തഭാഷാ സംഗമ ഭൂമി എന്നൊക്കെ അറിയപ്പെടുന്നത് കാസർഗോഡാണ്. സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്. കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല കാസർഗോഡാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്തായ മടിക്കൈ സ്ഥിതി ചെയ്യുന്നതും കാസർഗോഡാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് മടിക്കൈയാണ്. അത് കാസർഗോഡ് ജില്ലയാണ്. അവസാനം രൂപീകരിച്ച ജില്ലയാണ് കാസർഗോഡ് ജില്ല. ഓക്കെ.
പ്രാചീന കാലത്ത് ഹെർക്യുല എന്നറിയപ്പെട്ടിരുന്നത് കാസർഗോഡ് ജില്ലയാണ്. ഹെർക്യുല എന്നറിയപ്പെട്ട ജില്ല കാസർഗോഡ് ജില്ലയാണ്. പുകയിലയും അടയ്ക്കയൊക്കെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ്. പുകയിലയും അടയ്ക്കയും ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ്. 1984 കാസർഗോഡ് ജില്ല രൂപീകരിച്ചത്. ഓക്കെ, നമ്മുടെ ചാനലിൽ കേരളത്തിലെ ജില്ലകളെന്ന് സെപ്പറേറ്റ് ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പ്ലേലിസ്റ്റ് നോക്കി കണ്ടേക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. പ്ലോട്ടർ, റാം, ഓപ്പൺ ഓഫീസ് ബേസ്, MICR, മൈക്രോസോഫ്റ്റ് വിൻഡോസ്. ഇൻപുട്ട് ഡിവൈസ്, വോൾട്ടിയർ മെമ്മറി, ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ, ഇൻപുട്ട് ഡിവൈസ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇതിൽ കറക്റ്റായിട്ടുള്ള ജോഡിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2, 3, 4 ആണ് ശരി. 2 ഏതാണ്? റാം വോൾട്ടൈൽ മെമ്മറി ശരിയാണ്. ഓപ്പൺ ഓഫീസ് ബേസ് ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ ശരിയാണ്. MICR ഇൻപുട്ട് ഡിവൈസ് ശരിയാണ്. ബാക്കി രണ്ടും തെറ്റാണ്. ഓക്കെ, എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിൽ പുതിയ സ്ലൈഡ് ചേർക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് കീ Ctrl+M ആണ്. അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് വായിച്ചു നോക്കുക. ഇതിൽ കറക്റ്റായിട്ടുള്ളതാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം കറക്റ്റായിട്ടുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേരെന്താണ്? പ്രത്യുഷ്, പരംസിദ്ധി, ഐരാവത്, മിഹിർ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഐരാവതാണ്. 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേര് ഐരാവതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരെന്താണ്? കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരെന്താണ്? ലിറ്റിൽ കൈറ്റ്സ്, സമന്വയ, കൂൾ, ഇക്യൂബ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇക്യൂബാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചേരുംപടി ചേർക്കുക. ക്രാക്കിംഗ്, ഫിഷിംഗ്, സൈബർ സ്കോട്ടിംഗ്, സൈബർ ടെററിസം. വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുക. ദേശീയ സുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നടക്കുന്ന പ്രവർത്തനം. അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുക. ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുക. ഇതിൽ കറക്റ്റായിട്ടുള്ള മാച്ച് കറക്റ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ചേരുംപടി കറക്റ്റായിട്ട് ചേർക്കുക. ഓക്കെ, ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1 D, 2 C, 3 A, 4 B. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഒന്നെന്താണ്? ക്രാക്കിംഗ്. ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുന്നതാണ് ക്രാക്കിംഗ്. ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുന്നതാണ് ക്രാക്കിംഗ്, ഒന്നാമത്തത്. ഇനി രണ്ടാമത്തത് എന്താണ്? ഫിഷിംഗ്. ഫിഷിംഗ് ഏതാണ്? ഫിഷിംഗ് സി ആണ് ആൻസർ. അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്നതാണ് ഫിഷിംഗ്. അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്നതാണ് ഫിഷിംഗ്. അടുത്തത് സൈബർ സ്കോട്ടിംഗ്, മൂന്നാമത്തത് എ ആണ് ആൻസർ. സൈബർ സ്കോട്ടിംഗ് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുക. വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്നതാണ് സൈബർ സ്കോട്ടിംഗ്. ഇനി നാലാമത്തത് സൈബർ ടെററിസം. നാലാമത്തെ ബി ആണ് ആൻസർ. സൈബർ ടെററിസം ഏതിൽ വരും? ദേശീയ സുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടക്കുന്ന പ്രവർത്തനമാണ് സൈബർ ടെററിസം. ദേശീയ സുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനമാണ് സൈബർ ടെററിസം. അപ്പോൾ ഉത്തരം ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടാത്തത് ഏത്? പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സുരക്ഷിതത്വത്തിനുള്ള അവകാശം, വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം, മത്സരാധിഷ്ഠിത വിലകളിൽ വൈവിധ്യമാർന്ന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള അവകാശം, നാലാമത്തത് ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അതായത് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടാത്തതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം, അതാണ് ഇതിൽ പെടാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഗാർഹിക പീഡനം നടന്നെന്നോ നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത്? പോലീസ് ഓഫീസർ, സേവനദാതാവ്, മജിസ്ട്രേറ്റ്, പ്രൊട്ടക്ഷൻ ഓഫീസർ.
ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പ്രൊട്ടക്ഷൻ ഓഫീസറാണ്. ഓപ്ഷൻ ഡി, പ്രൊട്ടക്ഷൻ ഓഫീസർ. ഓക്കെ, നമ്മുടെ ചാനലിൽ ഗാർഹിക പീഡന നിയമം അതുപോലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെയൊക്കെ ക്ലാസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കി ഒന്ന് പഠിച്ചേക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 15ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ 5ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും മുകളിൽ പറഞ്ഞതൊന്നും അല്ല. ഉത്തരം ഓപ്ഷൻ എ ആണ്. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന ഓപ്ഷൻ എ ആണ്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ചേർന്നതാണ് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന. ഓക്കെ, ഇൻഫർമേഷൻ കമ്മീഷന്റെ ക്ലാസ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2005 ഒക്ടോബർ 12-നാണ് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. 2005 ഒക്ടോബർ 12-നാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 2005 ഒക്ടോബർ 12-നാണ് നിലവിൽ വന്നത്. ഓക്കെ, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ വജാഹത്ത് ഹബീബ് പിള്ളയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ വജാഹത്ത് ഹബീബുള്ളയാണ്. ഓക്കെ, നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷന്റെ ചെയർമാൻ ഹീരാലാൽ സമരിയാണ്. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഹീരാലാൽ സമരിയയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം പോക്സോ ആക്ട് 2012 പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തതാണ് വേണ്ടത്. ഓക്കെ, കുട്ടിയുടെ മൊഴി കുട്ടിയുടെ വസതിയിലോ കുട്ടി സാധാരണയായി താമസിക്കുന്ന സ്ഥലത്തോ കുട്ടി ഇഷ്ടപ്പെടുന്ന സ്ഥലത്തോ പ്രായോഗികമാകുന്നിടത്തോളം സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഓഫീസർ രേഖപ്പെടുത്തേണ്ടതാണ്. രണ്ടാമത്തത്, കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ ആയിരിക്കരുത്. അടുത്തത്, ഒരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വയ്ക്കാൻ പാടില്ല. അടുത്തത്, അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടിയെ പരിശോധിക്കുമ്പോൾ കുട്ടി ഒരു കാരണവശാലും പ്രതിയുമായി സമ്പർക്കത്തിൽ വരുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടതാണ്. ഈ 4 പ്രസ്താവനകൾ ശരിയല്ലാത്തതാണ് വേണ്ടത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഒരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് ശരി ഉത്തരം. ഓക്കെ, പോക്സോ ആക്റ്റൊക്കെ PSC സ്ഥിരം ചോദിക്കാറുള്ളതാണ്. പോക്സോ ആക്ടിൻ്റെയും ക്ലാസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പോക്സോ ആക്ടിനെ പറ്റി എപ്പോഴും ചോദിക്കാറുള്ളത് പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷമാണ്. പോക്സോ ആക്ട് 2012-ലാണ് നിലവിൽ വന്നത്. പോക്സോ ആക്ട് പാസ്സാക്കിയത് 2012 ജൂൺ 19 പാസ്സാക്കിയതും നിലവിൽ വന്നതും മാറി മാറി ചോദിക്കാറുണ്ട്. പോക്സോ ആക്ട് പാസ്സാക്കിയത് 2012 ജൂൺ 19 എന്നാൽ പോക്സോ ആക്ട് നിലവിൽ വന്നത് 2012 നവംബർ 14 2012 വർഷം സെയിമാണ്. പോക്സോ ആക്ട് 2012 ജൂൺ 19 പാസ്സാക്കി 2012 നവംബർ 14 നിലവിൽ വന്നത്. ഓക്കെ, പോക്സോ ആക്ട് നിയമപ്രകാരം കുട്ടികളായി കണക്കാക്കപ്പെടുന്നത് 18 വയസ്സിന് താഴെയുള്ളതാണ്. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. പോക്സോ ആക്ട് നിയമപ്രകാരം കുട്ടികളായി കണക്കാക്കപ്പെടുന്നത് 18 വയസ്സിന് താഴെയുള്ളവരാണ്. ഓക്കെ, ഇനി പോക്സോ ആക്ട് ഭേദഗതി ബില്ല് പാസ്സാക്കിയത് 2019. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത്? സിവിൽ അവകാശ സംരക്ഷണ നിയമം 1955, വിവരാവകാശ നിയമം 2005, മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം 1990. ഉത്തരം ഓപ്ഷൻ സി ആണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. സി ആണ് ആൻസർ. ഓക്കെ, ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ചെയർമാൻ ഉൾപ്പെടെ 6 ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെ 6 അംഗങ്ങളാണ്. ചെയർമാനെയും അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഓക്കെ, ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെങ്കിൽ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരിനാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1993 ഒക്ടോബർ 12 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് സർദാർ പട്ടേൽ ഭവൻ എന്നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരം സർദാർ പട്ടേൽ ഭവൻ ന്യൂഡൽഹിയാണ്.
2019 ആഗസ്റ്റ് 2-നാണ് മനുഷ്യാവകാശ ഭേദഗതി നിയമം നിലവിൽ വന്നത്. 2019 ഓഗസ്റ്റ് 2-ന്. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. നേരത്തെ അരുൺകുമാർ മിശ്രയാണ്. ഇപ്പോൾ അദ്ദേഹം മാറി സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ്, കർണാടക, രാജസ്ഥാൻ, മഹാരാഷ്ട്ര. ഉത്തരം ഓപ്ഷൻ എ ആണ്, മധ്യപ്രദേശിലാണ്. എവിടെയാണ്? മധ്യപ്രദേശിലാണ് ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. മധ്യപ്രദേശിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 2015 ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ദാരിദ്ര്യമില്ല, ലിംഗസമത്വം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, മുകളിൽ പറഞ്ഞിട്ടുള്ളവയെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞിട്ടുള്ളവയെല്ലാം സുസ്ഥിര വികസനത്തിൽ ഉൾപ്പെടുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന വർഷം ചോദിക്കാറുണ്ട്. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന വർഷം 1945 ഒക്ടോബർ 24 യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന വർഷം 1945 ഒക്ടോബർ 24 UN ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 24. ഇനി ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ 70 GK ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പഠിച്ചോളുക. ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും പഠിച്ചുകൊണ്ട് പോകുന്നത്, റീസെൻ്റായിട്ട് നടന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും പഠിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് അടുത്ത വരുന്ന പരീക്ഷകളിൽ നമുക്ക് എന്തായാലും ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.